ഹലോ എവ്രി വൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ എന്താണ് പറയുന്നത്. ദാറ്റ് ഈസ് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ത് ഇൻഡിക്കേഷൻസ് ആണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ തരുന്നത്. സോ ലെറ്റ്സ് സീ. 2 പൈൽസ് ചൂസ് ചെയ്യാം. 2 piles, please. Eight of Swords on a first. So I'll just keep it here. Okay. 3 cards വന്നു. So 3 piles ആണ്. 2 piles ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. Okay, so second one is 7 of cards and third one is 9 of swords. Okay, so cards നോക്കി choose ചെയ്യാവുന്നതാണ്. Okay, so again first group 8 of sword, second group 7 of cups and third group 9 of swords. Timestamp നോക്കിയും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഗ്രൂപ്പ്. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് 8 ഓഫ് സ്വോർഡ്സ് ആണ്. സോ നോക്കാം എന്താണ് പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, എവിടെ ഞാൻ ഡെയിലി മെസ്സേജസ്, ദാറ്റ് ഈസ് ഒരു ദിവസം എന്താണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ടോപ്പിക്കാണ് ചെയ്യാറുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ചാനലും കൂടി കണ്ടു നോക്കാവുന്നതാണ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ഇഫ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ. ഷോർട്സ് ഞാൻ 2 ചാനൽസിലും ഇടാറുണ്ട്, കണ്ടു നോക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID ആസ് വെൽ ആസ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ആൻഡ് സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റും ഡിസ്ക്രിപ്ഷനിലുണ്ട്, വായിച്ച് നോക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സീ. So, movement, choices, decision, wisdom, temptation, heart chakra, passion igniter and mental conflict. പ്രേക്ഷകരുടെ ഡ്രീംസിൽ പല കാര്യങ്ങളായിരിക്കും വരുന്നത്. പ്രേക്ഷകർ ഒരു ഡ്രീം അല്ല എപ്പോഴും കാണുന്നത്. മൈറ്റ് ബി സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിങ് ഒരേപോലത്തെ കാര്യമായിരിക്കും കാണാം. ഓക്കെ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണുന്നുണ്ടാകാം. ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത്, ഡ്രീംസ് പറയുന്നത്, ദാറ്റ് ഈസ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ലിമിറ്റ് ആകുകയാണ്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെൻ്റെ ഫ്രണ്ട്സ് ആവില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കമ്പനിയിൽ ജോബ് കിട്ടില്ല. ഓക്കെ, സംഹാവ് നിങ്ങൾ വളരെയധികം ലിമിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ലിമിറ്റേഷൻ നിങ്ങൾ വെക്കുകയാണ് അവിടെ. അത് നിങ്ങളുടെ അപ്ബ്രിങ്ങിങ്ങിലാകാം, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ സറൗണ്ടിങ്സിൽ കണ്ട് അവിടെ എല്ലാവരും ഇപ്പം ഒരു ലിമിറ്റിലായിരിക്കും എല്ലാവരും ജീവിക്കുന്നത്. അത് കണ്ട് വളർന്നുകൊണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു തടസ്സം, ഓക്കെ, പ്രേക്ഷകരുടെ മുതിർന്നവർ എപ്പോഴും തടസ്സം പറയുകയോ, ഓക്കെ, എങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റേഷനിൽ നിന്ന് വെളിയിൽ കടക്കൂ. കാരണം ആ ലിമിറ്റേഷൻ നിങ്ങളെ പിന്നെയും അതേ രീതിയിൽ ബന്ധിക്കുകയാണ്. നിങ്ങൾ ചൂസ് ചെയ്തത് 8 of swords ആണ്. ഓക്കെ, ഈ ലിമിറ്റേഷൻ ആക്ച്വലി നിങ്ങളുടെ ലൈഫിലുള്ളതല്ല. ഓൾറൈറ്റ്, സോ ഇവിടെ ഡ്രീംസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ലിമിറ്റേഷനിൽ നിന്ന് വെളിയിലിറങ്ങും. ചില പ്രേക്ഷകർക്ക് സാമ്പത്തിക ലിമിറ്റേഷനാണ്. എനിക്ക് ഇത്രയും ലഭിക്കുള്ളൂ, ഓക്കെ, എനിക്ക് ഇത്രേ കഴിവുള്ളൂ, എനിക്ക് ഇത്രേ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഒരാൾ പറയാണ് നിങ്ങൾക്ക് 1 ലക്ഷത്തിൻ്റെ ഒരു ജോബ് ലഭിക്കുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് തള്ളിക്കളയും. അത് എനിക്കുള്ളതല്ല.
ഓക്കെ എന്നുള്ള രീതിയിൽ നിങ്ങൾ തള്ളിക്കളയുന്നതാണ്. സോ ഇവിടെ പറയുന്നത് അത് നിങ്ങളുടെ ലിമിറ്റേഷനാണ്. നിങ്ങളുടെ ലിമിറ്റേഷൻ കൂടുന്നത് എപ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, ആയത് നിങ്ങൾ ഏറെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പഠിപ്പിക്കാൻ തുടങ്ങും. സ്പിരിച്വലി നിങ്ങൾ ഏറെ നോളജ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി നിങ്ങൾക്ക് പഠിപ്പിക്കാം. അല്ലാതെ അക്കാഡമിക്കലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ what we say മെൻ്റൽ ക്ലാരിറ്റി വന്ന് തുടങ്ങുന്നതാണ്. ബിക്കോസ് ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ചെയ്യുമ്പോഴാണ് അവിടെ വിസ്ഡം വന്ന് തുടങ്ങുന്നതും നിങ്ങളുടെ ലിമിറ്റേഷൻ എക്സ്പാൻഡ് ആകുന്നതും. ഓക്കെ, പലപ്പോഴും പ്രേക്ഷകർക്ക് ഏറെ ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്, പക്ഷേ പ്രേക്ഷകർ അത് തള്ളിക്കളയാറാണ് പതിവ്. ആഗ്രഹമുണ്ട് ചെയ്യണം, പക്ഷെ അത് തള്ളിക്കളയും. ഫോർ എക്സാമ്പിൾ, വേറൊരു സ്റ്റേറ്റിൽ കറങ്ങാൻ പോകണമെന്ന് പറയുമ്പോഴും അത് തള്ളിക്കളയും. ബിക്കോസ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ഏറെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ ആണ് കാർഡ്സ് ഇവിടെ വന്നിരിക്കുന്നത്. നൗ ഇവിടെ നിർദ്ദേശവുമുണ്ട്. നിർദ്ദേശം തരുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യും. ബിക്കോസ് ഈ ലിമിറ്റേഷൻ പ്രേക്ഷകർക്ക് വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള മനോഭാവം വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ എനിക്കിത് ഡിസേർവ് ചെയ്യുന്നില്ല, എനിക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഭാവം വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ അതായത് റോസ് കോഡ്സ് ഇടുക അല്ലെങ്കിൽ ഉനക്കൈറ്റ് ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിടുക. ഇത് രണ്ടും എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഓർ എൽസ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മറ്റ് ഹീലേഴ്സിൻ്റെ അടുത്തും അവൈലബിൾ ആണ്. ഓൾ റൈറ്റ്, ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ പല കാര്യങ്ങളും അടച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ലൈക്ക് പ്രേക്ഷകർക്ക് ചെയ്യാൻ ആഗ്രഹം എന്തായിരുന്നു, ഓക്കെ, പണ്ട് ഏറെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സമയം കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ സാഹചര്യം ആ സമയത്ത് ശരിയല്ലായിരിക്കാം, ആൻഡ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. കാരണം ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകും എന്നതാണ് പറയുന്നത്. പ്രേക്ഷകരുടെ ലൈഫിൽ ഒരു എൻതൂസിയാസം വരേണ്ടതുണ്ട്. ദാറ്റ് ഈസ് പ്രേക്ഷകർ എങ്ങനെയാണ്, ഇന്ന് ജീവിച്ചു, നാളത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ആ ഒരു വാട്ട് ടു സേ സാഡ് മൂമെൻറ്റ് അല്ലെങ്കിൽ സ്ലോ മൂവ്മെൻറ്റിലാണ് ലൈഫ് പോകുന്നത്. അടുത്ത ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ള ഉത്കണ്ഠത പ്രേക്ഷകർക്കില്ല. ഓക്കെ, എന്തായിരിക്കും, എൻ്റെ വിഷ് നടക്കുമോ അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠത പ്രേക്ഷകർക്കില്ല. സോ അത് ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. ഏറെ പ്രേക്ഷകരുടെ ഹാർട്ട് ടോട്ടലി അടഞ്ഞ ഒരു സ്ഥിതിയിലാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിരിക്കാൻ പറ്റാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ശ്രമിക്കുന്നില്ല എന്നല്ല, നിങ്ങളേറെ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ ആ ഒരു സന്തോഷം, ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് കിട്ടുന്നില്ല. സോ അതിന് വേണ്ടത് കുഞ്ഞുനാളിൽ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം എടുക്കൂ, ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, ആൻഡ് അത് ചെയ്യാൻ ശ്രമിക്കൂ. ഓൾ റൈറ്റ്, let's see your tarot. Okay, so വന്ന കാർഡ്സ് ആണ് 4 of Swords, 4 of Wands and the Death card. So 44 എന്ന നമ്പർ കാണുന്നുണ്ടാകാം പ്രേക്ഷകർ. പ്രേക്ഷകരുടെ ഹാർട്ട് ചക്ര ഏറെ ക്ലോസ് ആയി പോയതിൻ്റെ, ദാറ്റ് ഈസ് അടഞ്ഞു പോയതിൻ്റെ ഒരു റീസൺ നിങ്ങളുടെ സ്വന്തക്കാരാണ്. ഓക്കെ, ഏറെ ഗോസിപ്പ്, ഏറെ സ്ലാൻഡറിങ്, ചെയ്യാത്ത തെറ്റിന് കുറ്റപ്പെടുത്തൽ, അവഗണന,
ഇതൊക്കെ ഏറെ അനുഭവിച്ചിട്ടുള്ള പ്രേക്ഷകരാണ്. വീടുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഐദർ വീട്ടുകാർ അല്ലെങ്കിൽ വീട്. ഓക്കെ, ചില പ്രേക്ഷകർ വളരെ ആഗ്രഹത്തോടെ ഒരു വീട് വെച്ചിട്ട് പോലും ആ വീട് പല കാരണം കൊണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ആ വീട് പോയി. ഓക്കെ, അതും ഒരു കാരണമായി മനസ്താപത്തിന്. ഓക്കെ, ആൻഡ് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, എന്നാൽ ട്രാൻസ്ഫോർമേഷൻ വലിയ ട്രാൻസ്ഫോർമേഷൻ ആവണമെന്നില്ല. നമ്മളൊക്കെ എപ്പോഴും പേടിക്കും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ. ബട്ട് ആക്ച്വലി ട്രാൻസ്ഫോർമേഷൻ മീൻസ് ചെറിയ കാര്യം, നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായ കാര്യം ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓൾറൈറ്റ്, സോ ഇവിടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് അഡ്വൈസ് ആയത്, നിങ്ങൾക്ക് സംതൃപ്തി തരുന്നത് എന്ത് അത് ചെയ്യുക. റെസ്റ്റ് ഏറെ എടുക്കുക, കാരണം മനസ്സിന് റെസ്റ്റ് ഏറെ വേണം. പ്രേയേഴ്സ് ഏറെ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തവർ ഇരിക്കരുത്. ഓക്കെ, ബിക്കോസ് അതുകൊണ്ട് ഗുണമില്ല. പ്രെയർ ചെയ്യൂ. ആദ്യം പ്രാർത്ഥനകൾ മുഴുകും. പ്രാർത്ഥനകൾ ഒന്ന് സെറ്റായി മനസ്സിനൊരു ആശ്വാസം വന്ന് തുടങ്ങുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും. ഡെത്ത് കാർഡ്, പ്ലീസ് ക്ലാരിഫൈ ഡെത്ത് കാർഡ്. പേജ് ഓഫ് കപ്സ്. സോ ഇപ്പോൾ അല്ലെങ്കിൽ ഇത്രയും നാളും നടന്നിരുന്ന ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും എപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ. സോ മനസ്സുകൊണ്ട് സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം അത് കണ്ടുപിടിക്കുക ആൻഡ് അത് ചെയ്യാൻ തുടങ്ങൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഗൈസ് ഗ്രൂപ്പ് 1 പ്രേക്ഷകരുടെ ഡ്രീംസ്, സ്വപ്നങ്ങൾ പറഞ്ഞു തരുന്ന ഗൈഡൻസ്. സോ അത് പാലിക്കുക. ഓക്കെ, സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട്, ഫലപ്രദപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് 7 ഓഫ് കപ്സ് ആണ്. സോ നോക്കാം എന്താണ് പ്രേക്ഷകരുടെ ഡ്രീംസ്, സ്വപ്നങ്ങൾ പറയുന്നത്. എൻ്റെ മറ്റൊരു ചാനൽ അക്കോർഡിംഗ് ടു ദ ടാരോയിൽ എല്ലാ ദിവസവും എന്താണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ടോപ്പിക് ഇടാറുള്ളത്. റെസനേറ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് എ മിനിറ്റ്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ട ഇമെയിൽ ID, വാട്സപ്പ് നമ്പർ, സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ ആൻഡ് സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ളതാണ്, കണ്ടു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് സീ പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ എന്താണ് പറയുന്നത്. അതുപോലെ 2 ചാനൽസിലും ഞാൻ ഷോർട്സ് ഇടാറുണ്ട്, കണ്ടു നോക്കുക. എന്താണ് പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ പറയുന്നത്. ബ്യൂട്ടിഫുൾ കാർഡ്സ്. വളരെ നല്ല കാർഡ്സ് ആണ്. സ്വപ്നങ്ങൾ വളരെ മനോഹരമായ സ്വപ്നങ്ങളായിരിക്കും പ്രേക്ഷകർ കാണുന്നത്. പേടി എന്ന് കേൾക്കുന്നുണ്ട്. സോ ചില പ്രേക്ഷകർക്ക് പേടി തോന്നുന്ന സ്വപ്നങ്ങളുമാണ് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ കാരണം കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രേക്ഷകർ കാണുന്ന സ്വപ്നങ്ങളിൽ മിക്ക പ്രേക്ഷകരും കാണുന്നത് സന്തോഷങ്ങളാണ്. ഓക്കെ, കൂടിച്ചേരലാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടാകാം, നിങ്ങൾക്ക് നിങ്ങൾ ആരുമായിട്ടാണോ റെസനേറ്റ് ആകുന്നത് അവരുമായിട്ടാകാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടാകാം. നിങ്ങൾ എപ്പോഴും സൂര്യപ്രകാശം കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ വെയിലുള്ള സ്വപ്നങ്ങളായിരിക്കാം കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് കാണുന്നോ ചില പ്രേക്ഷകർക്ക് അത് റിയാലിറ്റിയിൽ സംഭവിക്കുന്നുണ്ട്.
ഓക്കെ, നിങ്ങൾ ഡ്രീംസിൽ കാണുന്ന, സ്വപ്നങ്ങളിൽ കാണുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ കാണുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ആൾക്കാരെക്കുറിച്ച്. ഇഫ് ഒരാളെ പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ആൾ വരികയോ ആളുടെ ഫോൺ കോൾ അല്ലെങ്കിൽ ഇമെയിൽ മെസ്സേജ് വരികയോ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് ദാറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ സക്സസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, പ്രേക്ഷകരോട് പറയുന്നത് ദാറ്റ് ഈസ് നിങ്ങൾ എന്താണ് സ്വപ്നങ്ങളിൽ കാണുന്നത് അതായിരിക്കണം നിങ്ങളുടെ അഫർമേഷൻ. ബിക്കോസ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ സ്വപ്നങ്ങൾ വരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇഫ് ബിസിനസ് ആണ്, ബിസിനസ്സിനെ കുറിച്ചുള്ള ടെൻഷനാണ്, അല്ലെങ്കിൽ ജോബിനെ കുറിച്ചുള്ള ടെൻഷനാണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ടെൻഷനാണ്, ചിലർക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള ടെൻഷനാണ്. സോ അതൊക്കെ മാറിപ്പോകും. ഓക്കെ, 8 എന്ന നമ്പർ വന്നിട്ടുണ്ട്. സോ 88 പോർട്ടൽ യൂസ് ചെയ്യാവുന്നതാണ്. പ്രേക്ഷകർക്ക് വളരെയധികം ഫലപ്രദമാണ്. സി ഓക്കെ, സോ പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി മനസ്സിൽ വലിയ വിഷമങ്ങൾ ഏറ്റു നടക്കുന്ന ആൾക്കാരാണ്. സോ ഐ തിങ്ക് ഹെൽത്ത് ഇഷ്യൂസ് ഏറെയുള്ള ഗ്രൂപ്പാണിത്. ഓക്കെ, ദാറ്റ് ഈസ് പല പ്രേക്ഷകരും ഇവിടെ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്ന പ്രേക്ഷകരാണ്. ആൻഡ് നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നത് തന്നെ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ നിറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് അത് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സെൽഫ് വർത്ത്, ഓക്കെ, അതിനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പലരും പല മരുന്നുകൾ കഴിച്ചിട്ട് പോലും അത് ശരിയാവുന്നില്ല. ചില പ്രേക്ഷകർ സേക്രൽ ചക്ര സബ്ലിമൽ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ശരിയാവുന്നില്ല. ബിക്കോസ് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഇപ്പോഴും കിടക്കുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് ഈ 2 കാര്യങ്ങൾ, ദാറ്റ് ഈസ് നിങ്ങളുടെ സേക്രൽ ചക്ര ബാലൻസ് ആകണമെങ്കിലോ ഓർ നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ദാറ്റ് ഈസ് ഈ വിഷമം നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, പറയാറുമില്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വലിയ ആഘാതമായി കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഈ വിഷമങ്ങൾ നിങ്ങൾക്ക് മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അടുപ്പം, അവരുമായിട്ട് സംസാരിക്കൂ, അവരുമായിട്ട് റീജോയ്സ് ചെയ്യൂ. ചിലർക്ക് തെറപ്പിസ്റ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് തെറപ്പിസ്റ്റിനെ കാണണം, ഗോ അഹെഡ്, കാണൂ. ഒരു സൈക്കോളജിസ്റ്റിനെ കാണൂ, സൈക്കാട്രിയെ കാണൂ, അല്ലെങ്കിൽ സ്പിരിച്വൽ കോച്ചസ് അവൈലബിൾ ആണ്, ലൈഫ് കോച്ചസ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, പക്ഷേ ഈ സഫറിങ്ങിൽ നിന്ന് വെളിയിലിറങ്ങും. അതർവൈസ് ഈ ഒരു സഫറിങ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സന്തോഷങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്, നിങ്ങളെ എൻജോയ് ചെയ്യാൻ തരാത്തത്. നിങ്ങളുടെ ഈ സഫറിങ് മാറിക്കഴിയുമ്പോൾ, ഈ 2 കാര്യങ്ങൾ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ, നോക്കുമെന്ന് ഈ 2 ഇവിടുന്ന് കാർഡ്സ് പോയി കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സാണ്. നിങ്ങളുടെ ലൈഫ് നല്ലതാണ്. പക്ഷെ ആ ലൈഫിൽ നല്ലത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേക്രൽ ചക്ര ബാലൻസ്ഡ് ആകേണ്ടതുണ്ട്. അത് ബാലൻസ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഓക്കെ, മൈറ്റ് ബി ഫോർഗിവ് ചെയ്തിട്ടും പോകുന്നില്ല, ആ ഓർമ്മകൾ പോകുന്നില്ല, മൈറ്റ് ബി അവർ നിങ്ങളുടെ ലൈഫിലില്ല, പക്ഷെ എനർജറ്റിക്കലി അവർ നിങ്ങളുടെ ലൈഫിലുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും ആ സംഭവങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട്. ഓക്കെ, കട്ട്, ക്യാൻസൽ, റിലീസ് എന്ന സ്വിച്ച് വേർഡ് ചൊല്ലണം എപ്പോഴൊക്കെ ആ ഓർമ്മകൾ വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സേക്രൽ ചക്ര ബാലൻസ് ആക്കാൻ ഉനക്കൈറ്റ് ക്രിസ്റ്റൽ വളരെ നല്ലതാണ്. ഉനക്കൈറ്റ് ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മറ്റ് ഹീലേഴ്സിൻ്റെ കയ്യിലും കിട്ടുന്നതാണ്. സോ ലെറ്റ് സി എന്താണ്. സി എഗെയിൻ, ഓ മൈ ഗുഡ്നസ്, സി എഗെയിൻ റീജോയ്സ്. 3 ഓഫ് കപ്സ് ആണ് വന്നത്. സോ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടൂ.
ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കൂ. നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആരാണോ ഉള്ളത് അവരോട് സംസാരിക്കൂ. ഇഫ് അങ്ങനെ ആരുമില്ലെങ്കിൽ നിങ്ങളുടെ ദൈവങ്ങൾ, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ഏഞ്ചൽസിനോടാണെങ്കിൽ ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനോടാണെങ്കിൽ ആൻസിസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കൂ. പക്ഷേ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ അവരോട് പങ്കുവെക്കൂ എന്നതാണ് പറയുന്നത്. ഓക്കെ. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ടു ഓഫ് വാൻസ്. ഈ ഒരു കാര്യത്തിന് പ്രേക്ഷകർക്ക് ഏറെ അധ്വാനിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇഫ് നിങ്ങൾ കരിയർ, ബിസിനസ്, മണി റിലേറ്റഡ് കാര്യങ്ങളാണ് ഇവിടെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണുന്നെങ്കിൽ അതിൽ സ്റ്റെബിലിറ്റിയാണ് വരുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആ ഒരു കാര്യത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ആ കാര്യം വളരെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറുന്നതാണ്, പ്രത്യേകിച്ചും ബിസിനസ് ആണെങ്കിൽ. സി 9 ഓഫ് കപ്സ്, വിഷ് ഫുൾഫിൽമെൻറ്റ് ആണ് നിങ്ങൾക്ക്. സോ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളോട്, നിങ്ങളുടെ വിഷസിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാറായി. സോ മോസ്റ്റ് പ്രോബബ്ലി 1111 എന്ന നമ്പർ, 999 എന്ന നമ്പർ ആൻഡ് 333 എന്ന നമ്പർ പ്രേക്ഷകർ കാണുന്നുണ്ടാകാം. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആകുന്നുണ്ട്. സോ ഹാപ്പി ആകൂ. സോ ദാറ്റ് ആ വിഷസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ വരാൻ. All right. So, yeah, anything else? No. ഓക്കെ. സോ ഇതാണ് പ്രേക്ഷകരുടെ ഡ്രീംസ്, പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 3 ചൂസ് ചെയ്തത് 9 ഓഫ് സ്വോർഡ്സ് ആണ്. സോ നോക്കാം ഗ്രൂപ്പ് 3 പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ എന്താണ് പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോയിൽ ഡെയിലി മെസ്സേജസ് ആയിട്ട് എന്താണ് പ്രേക്ഷകർ അടുത്ത ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്നത് ഞാൻ ഇടാറുണ്ട്. ഇഫ് നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ചാനൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ഐ ഡി, വാട്സപ്പ് നമ്പർ, അതുപോലെ തന്നെ സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പർ, സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക. സോ ത്രോട്ട് ചക്ര, സ്പിരിച്വൽ സ്ട്രെങ്ത്, വിസ്ഡം, trapped in fear, partnership and alliances, material and spiritual prosperity, financial and material changes, love begins. ചില പ്രേക്ഷകർക്ക് ഇഫ് നിങ്ങൾക്ക് നൈറ്റ് മെയർസ് വരാറുണ്ട്, ദാറ്റ് ഈസ് രാത്രി കിടക്കുമ്പോൾ സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഏറെ പേടി കിടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ പേടി മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വലി ഗ്രോ ആകണം. അതായത് സ്പിരിച്വൽ സ്ട്രെങ്ത് കൂട്ടണം. സോ സ്പിരിച്വൽ സ്ട്രെങ്ത് കൂട്ടാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഹനുമാൻ ചാലീസ കേട്ട് നോക്കൂ. ഓക്കെ, ചൊല്ലാവുന്നതാണ്. രാത്രി കിടക്കാൻ നേരത്ത് ഹനുമാൻ ചാലീസ ചൊല്ലിക്കിടക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഹനുമാൻ ചാലീസ ഏറെയുണ്ട്, അത് കേൾക്കുക, കേട്ടിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, കാരണം സ്പിരിച്വൽ സ്ട്രെങ്ത് വേണം പ്രേക്ഷകർക്ക്. പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന പ്രേക്ഷകർ. ആൻഡ് പ്രേക്ഷകരോട് ഇതും പറയുന്നുണ്ട് ദാറ്റ് നിങ്ങളെ എന്താണ് പേടിപ്പിക്കുന്നത് അത് തുറന്ന് പറയുക. ചില പ്രേക്ഷകർക്ക് മറ്റ് ആൾക്കാരുമായിട്ടുള്ള കണക്ഷനാണ് പേടിപ്പിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചുറ്റുവട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ
വളരെ അടുപ്പമുള്ള ആൾക്കാർ നിങ്ങളെ നന്നായി ട്രീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് സ്വപ്നങ്ങളിൽ നിങ്ങൾക്കത് വേറൊരു രീതിയിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ആണ് വരുന്നത്. സോ ഇവിടെ പറയുന്നത് ഇഫ് ആൾക്കാർ നിങ്ങളെ ശരിയല്ല ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ തുറന്ന് പറയുക. ദാറ്റ് ഈസ് അവരെ അലൗ ചെയ്യാതിരിക്കുക. ഇഫ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നത് ക്ലിയർ ആക്കി പറയുക എന്നാണ് പറയുന്നത്. മറ്റ് പ്രേക്ഷകർക്ക് എവിടെ ആൾക്കാർ വളരെ റെസ്പെക്റ്റ്ഫുള്ളാണ്, ആൾക്കാരുമായിട്ടുള്ള ഡീലിങ്ങിലല്ല പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നത്, പക്ഷേ എന്ത് സ്വപ്നമാണെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഹോളി ബുക്സ് വായിക്കുക. ഓക്കെ, ബിക്കോസ് ഈ ഹോളി ബുക്സിൽ നിങ്ങളുടെ റിലീജിയൻ, ഇഫ് ഹിന്ദുക്കളാണെങ്കിൽ ഭഗവത്ഗീത, ഇപ്പോൾ രാമായണം വായിക്കുന്ന ഒരു മാസമാണ്, സോ നിങ്ങൾക്ക് രാമായണം വായിക്കാം, ഖുറാൻ വായിക്കാം, ബൈബിൾ വായിക്കാം. ഓക്കെ, സോ ഹോളി ബുക്സ് വായിക്കൂ. കാരണം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്നാണ് പറയുന്നത്. ചിലർക്ക് ലാൽ കിതാബ് റെമഡീസ്, സോ മൈറ്റ് ബി നിങ്ങൾ ലാൽ കിതാബ് റെമഡീസ് ഏറെ കാണുന്നവരാണ്. ആൻഡ് അതിൽ കാണുന്ന ലാൽ കിതാബിൽ പല റെമഡീസ് ഉണ്ട്, ഇസൺ ഇറ്റ്? സോ ചില റെമഡീസ് അല്ലെങ്കിൽ ലൈക്ക് വശീകരണം എന്നൊക്കെ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടാകാം. സോ അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ പേടിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ. ഓക്കെ, സോ ഇത് പറയുന്നത് യു ഡോണ്ട് ഹാവ് ടു വറി, യു ഡോണ്ട് ഹാവ് ടു, ബിക്കോസ് നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്കാർ അതെന്നും ഒപ്പം നിൽക്കും, നോ മാറ്റർ വാട്ട്. ഓക്കെ എന്നാണ് പറയുന്നത്. ചില പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ആവും. കാരണം നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ്, ദാറ്റ് ഈസ് നിങ്ങൾ എപ്പോൾ സ്പിരിച്വലി ജോലികൾ ചെയ്യുന്നു, അത് ഹീലിംഗ് ആകാം, എനർജി ഹീലർ ആകാം, ഓക്കെ, കോച്ചിങ് ആകാം, ഓക്കെ, എന്ത് ഹീലിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് നിങ്ങൾ ജോലി ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ആണ്. ഓക്കെ, സോ ഇഫ് പഠിച്ചവർ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നോളജ് മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. സോ ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും പ്രേക്ഷകരുടെ ലൈഫിൽ. ഓക്കെ, സോ ഇപ്പോൾ ചില പ്രേക്ഷകർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷെ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ കിടക്കും. എപ്പോഴും സ്പിരിച്വൽ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. സ്പിരിച്വൽ ബിസിനസ് എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് മീൻസ് നിങ്ങൾ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് നിങ്ങൾ ബുക്ക് എഴുതുന്നതാകാം, ബുക്ക് വിൽക്കുന്നതാകാം, അല്ലെങ്കിൽ എനി ബിസിനസ് റിലേറ്റഡ് ടു സ്പിരിച്വാലിറ്റി. ഓക്കെ, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓൾ റൈറ്റ്, നൗ ലവ് ബിഗിൻസ്. ഇവിടെ എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക, ദാറ്റ് ഈസ് ഐ ഹോപ്പ് ഞാൻ കറക്റ്റാണ് പറയുന്നത്, നമ്മുടെ സ്പിരിച്വൽ റിലേറ്റഡ് കാര്യങ്ങളിൽ ഏറെ ഉൾപ്പെടുന്നു. അതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് സർവീസിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി കൂടുകയാണ്. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, നിങ്ങളെ റെസ്പെക്റ്റ് തരുന്ന, ഓക്കെ, നിങ്ങളെ റെസ്പെക്റ്റോടെ നോക്കുന്ന ആൾക്കാർ പ്രേക്ഷകരുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ്. All right, so let's see. Again 9 of swords ആണ് വന്നത്. All right, okay, page of swords, 2 of pentacles. ചിലർക്ക് സ്പിരിച്വാലിറ്റി സൈഡ് ഹസൽ ആയിരിക്കും. നിങ്ങളുടെ മെയിൻ ജോബ് വിടേണ്ട ആവശ്യമില്ല. മെയിൻ ജോബിനൊപ്പം തന്നെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലും വർക്ക് ചെയ്യാവുന്നതാണ്. 9 of Wands, 10 of Swords and the Fool card. പ്രേക്ഷകരുടെ പേടി എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അതിൻ്റെ ക്ലാരിറ്റി പ്രേക്ഷകരുടെ കയ്യിലുണ്ട്. പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സ്റ്റാൻഡ് എടുക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ദെൻ അതിൽ മുന്നോട്ട് പോകൂ, പേടിക്കേണ്ട ആവശ്യമില്ല.
സി ഇറ്റ്സ് ഓൾവേസ് സെഡ് ദാറ്റ് നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവർ, ഓക്കെ, നിങ്ങളിനി എത്ര അവർക്കെതിരെ കമൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവർക്കെതിരെ പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് തരുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവർ നിങ്ങൾക്കൊപ്പം നിന്നിരിക്കും. ഓക്കെ, സോ പേടിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ വിഷമം എന്താണോ, ചില പ്രേക്ഷകർക്ക് അവരുടെ വിഷമം തന്നെയാണ് അവരുടെ ബിസിനസ് ഓർ കരിയർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഏത് വിഷമങ്ങളിലൂടെ പോയി അതേ വിഷമങ്ങളിലൂടെ പോകുന്ന മറ്റ് ചിലർക്ക് നിങ്ങളൊരു വഴികാട്ടിയായി മാറുന്നതാണ്. ഓക്കെ, സോ അത് എന്താണെന്നുള്ളത് എല്ലാ പ്രേക്ഷകർക്കും ഓരോന്നായിരിക്കും. അവരവർ ആ ഒരു ടോപ്പിക്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുത്ത് അത് ക്ലാരിഫൈ ചെയ്യുക ആരോടാണെങ്കിലും. ഓക്കെ, ആൻഡ് ദെൻ ആ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യൂ, സോ ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന തടസ്സങ്ങൾ, ഈ വരുന്ന പേടി മാറി പോകാൻ. ഓക്കെ, സോ ഇതാണ് ഗൈസ് ഗ്രൂപ്പ് 3യുടെ സ്വപ്നങ്ങൾ ഗ്രൂപ്പ് 3യോട് പറയുന്നത്. ഓക്കെ, സോ ഈ റീഡിങ് റെസനേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തു വെക്കുക, ആൻഡ് ഷോർട്സ് കാണാൻ മറക്കരുത്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.